കണ്ടിട്ടുള്ള ഒരു സ്റ്റില്ലുണ്ട്, പഴയ സ്റ്റിൽ. അതായത് തോളത്ത് കൈ വെച്ചിട്ട് ഒരു പഴയ സ്റ്റില്ല് മോഹൻലാൽ ഇങ്ങനെ തോളത്ത് കൈ വെച്ചിട്ട് നിങ്ങൾ തമ്മിൽ ഒരു സൗഹൃദ സംഭാഷണമുണ്ട്. അപ്പോൾ അന്ന് ആ സ്റ്റില്ല് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഇവിടെ നമ്മൾ എന്താ ഇത്ര വലിയ അടുപ്പം, ഒരു സൗഹൃദം ഉണ്ടാകും. പക്ഷെ എന്നാലും നീ എന്താണ് ഉദ്ദേശിക്കുന്നത് വത്സ? മലയാളത്തിലൊരു പ്രമുഖ നടൻ, ഏറ്റവും വലിയ നടൻ അങ്ങനെ തോളത്ത് കൈ വെച്ച് സംസാരിക്കണമെങ്കിൽ ആ സൗഹൃദത്തിന് മറ്റു ചില അർത്ഥങ്ങൾ കൂടെ ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ട്. അത് ചന്ദ്രലേഖയ്ക്ക് പ്രസക്തിയില്ല. അന്ന് ഞാൻ ബിസിനസ് രാഷ്ട്രീയം ഇല്ലായിരുന്നതുകൊണ്ട് ലാലിന്റെ മിക്ക ലൊക്കേഷനിലും ഞാൻ സന്ദർശിക്കാം. പ്രത്യേകിച്ച് അയ്യോ അങ്ങനെ പറഞ്ഞൂടാ. പിന്നെ ഒരുപാട് കാലത്ത് ഞങ്ങൾ ഒരുപാട് വിദേശ രാജ്യങ്ങളിലൊക്കെ ഒരുമിച്ച് സഞ്ചരിക്കും. അദ്ദേഹത്തിന്റെ ബിസിനസ് കാരണമായിട്ട് ഞങ്ങൾ ഒരുപാട് ട്രാവൽ ചെയ്തിട്ടുണ്ട്. US ആയി രാഷ്ട്രീയം, മത്സ്യക്കച്ചവടം, ആ ടേസ്റ്റിനിടയ്ക്ക് എവിടെ സിനിമ എന്നൊരു അതിശയം കൂടെ തോന്നിയിട്ടുണ്ട്. എനിക്ക് ചൊറിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ പാടില്ല. ഇത് മത്സ്യക്കച്ചവടം ചെയ്യുന്നതാണെങ്കിൽ അത് മാത്രം, രാഷ്ട്രീയമാണെങ്കിൽ അത് മാത്രം. പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിൽ വേറെ ഒന്നിനും കൊള്ളത്തില്ല എന്ന കാഴ്ചപ്പാടല്ലല്ലോ. ഇതെല്ലാം കൂടെ വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്നറിക്കണേ? ആത്മീയത, ദൈവവിശ്വാസം, ഇത്തരം ചില കാര്യങ്ങളിലെ ഒരു മാറ്റം ലിജോയിൽ കണ്ടു തുടങ്ങിയത് ചുരുളി എന്നുള്ള സിനിമയായിട്ട് ബന്ധപ്പെട്ടാണ്. അതുവരെ ലിജോ മറ്റൊരു തലത്തിലായിരുന്നു. അതുകൊണ്ട് ഇപ്പം എന്താ? അല്ല ഒന്നുമില്ല. വന്നിട്ടുണ്ടായിരുന്നു. ഒന്ന് നമ്മൾ സോ കോൾഡ് തെറി എന്നേ പറയുള്ളൂ. ആത്മീയതയും ദൈവവിശ്വാസവും ഒക്കെ ലിജോയെ മാറ്റിമറിച്ചത് ഏത് ഘട്ടത്തിലാണ്? ആ രീതിയിൽ മാറണം എന്ന് തോന്നി. എവിടെയാണ് തോന്നിയത്? മനുഷ്യ നിലയ്ക്ക് ഞാൻ മാറേണ്ട ഘട്ടം ഇതാണ് എന്ന് ഉള്ള പരിവർത്തന സമയം, അല്ലെങ്കിൽ പരിണാമം, അത് ഇതാണെന്ന് തോന്നിയത് എവിടെയാണ്? നീ ചുമ്മാ നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മൾ തെന്നുന്നതായിരിക്കും നമുക്ക് തരുന്നൊരു ചിന്ത തരുന്നത്. ഇതൊക്കെ നമ്മളതിനെ ഡിഫൈൻ ചെയ്യാൻ ഇരുന്നു കഴിഞ്ഞാൽ അതൊന്നും ശരിയായി വരില്ല. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എല്ലാ കാര്യത്തിലും എന്താണ് തുറക്കാൻ ഉദ്ദേശിക്കുന്നത്? അല്ല, ഇൻഡ്യൂഷൻ എന്താണ്, അല്ലെങ്കിൽ എവിടെയാണ് മാറ്റം സംഭവിച്ചത് ഇപ്പോഴും പറഞ്ഞില്ല. അങ്ങനെ മാറിയെന്നേ പറയുന്നുള്ളൂ. ഞാൻ ഇവന്റെ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. എല്ലാ ഇൻഡ്യൂഷൻസും ഞാൻ മറ്റൊരാളുമായിട്ട് ഷെയർ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഇതൊരു നടക്ക് പോണ കേസല്ല. ഒരു ഇൻഡ്യൂഷൻ ഞാൻ ചിലപ്പോൾ വേറൊരു കാര്യത്തിനായിട്ട്, ഒരു സിനിമയ്ക്കായിട്ട് ഉപയോഗിക്കും. ചിലപ്പോൾ മറ്റൊരാൾക്ക് ഒരു സഹായത്തിന് വേണ്ടി ഞാൻ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അത് ഒരുപക്ഷെ ഇന്റർവ്യൂവിലിരുന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കാത്തൊരു കാര്യമാണ്. പിന്നെ നാണക്കെടുത്ത് പറയാൻ എൻ്റെ അടുത്ത് പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ഒരു കയ്യബദ്ധം അത് ഉദ്ദേശം എനിക്ക് മനസ്സിലായില്ല. പക്ഷേ ഓരോ പ്രാവശ്യം നിർത്തി അങ്ങ് അവമാനിക്കുവാണെന്ന് പാട്ടുണ്ട്. ഞാനിങ്ങനെ ഇന്ന ദിവസം മാറി എന്ന് പറയുന്നത് തന്നെ അതൊരു ഇതല്ലല്ലോ. ഒരുപാട് റിഫ്ലക്ഷൻസ് ജീവിതത്തിലുണ്ടാകും അല്ലേ? ഇങ്ങനെ സംസാരിക്കുന്നതിൽ നിന്ന് തന്നെ നമ്മുടെ മനസ്സിൽ പല കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടാകാം. പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു കോമൺ രീതിയാണ്, പ്രതികരിപ്പിച്ചേ അടങ്ങും. ഞാനിങ്ങനൊരു ദുരന്തനായി പോയി.